നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നാട്ടിലെ പോലെ ഉണ്ടല്ലേ? ഇതിന് എത്രയാണ് റേറ്റ്? 28.99 ഡൈനിങ്, 27.99 ടേക്ക്. ഓക്കെ. ഇതിലൂടെ പൊറോട്ട ഓപ്ഷനും ഉണ്ട്, റൈസ് ഓപ്ഷൻ. അപ്പോൾ ഇത് ഈ പറഞ്ഞ സാധനം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീക്കെൻഡും കഫേ ടീ ടോക്സിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് മിഥുൻ ആൻഡ് മഡോണയാണ് ഈ ഐറ്റം പുതുതായിട്ട് ഇവർ ഇറക്കിയിട്ടുണ്ട്, ഇത് പോയി ട്രൈ ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് എന്നോട് സജസ്റ്റ് ചെയ്തത്. ഞാൻ ചെന്നപ്പോഴേ ശ്രദ്ധിച്ചത് ആ പഫ്സാണ്. സോ ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ചായയും പഫ്സുമാണ്. ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ റെസ്റ്റോറൻറ്റിലെ. സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? പിന്നെ ട്രൈ ചെയ്തത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസും നല്ലതായിരുന്നു, നല്ല ബ്ലെൻഡ് ചെയ്ത ലെമൺ ജ്യൂസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കഫേ ടീ ടോക്സ് സ്പെഷ്യൽ മന്തി. ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ആയിരുന്നു. ഒരു ഫുൾ ചിക്കൻ ഉണ്ട്, അതുപോലെ റൈസ് നമുക്കൊരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അതിനോട് ഇവർ പിക്കിൾസ് തരുന്നുണ്ട്, മയണൈസ്, അതുപോലെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. മന്തി റൈസ് വേണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള ഓപ്ഷൻ പൊറോട്ടയാണ്. സോ ആദ്യം തന്നെ പറയുകയാണ്, ഈ വീഡിയോ പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇതെൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. മന്തി റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. റൈസ് നല്ല സോഫ്റ്റ് ആയിരുന്നു, അതുപോലെ ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു. മന്തിയുടെ റൈസിനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഈ ഒരു റേറ്റിൽ എന്താണെങ്കിലും വേർത്ത് ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഞങ്ങൾ 3 പേരും നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടും പിന്നെയും മിച്ചം ഉണ്ടായിരുന്നു. ഇത് ഞാൻ മസ്റ്റ് ട്രൈ പറയുന്ന ഒരു ഫുഡാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പൊറോട്ട പതപ്പിച്ചത്. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എനിക്കൊരു അഡിക്ഷനാണ്. കാരണം ഇത് എല്ലാ ദിവസവും കിട്ടിയാൽ കഴിക്കാം എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അത്ര ടേസ്റ്റാണ് ഈ ഒരു ഫുഡ്. ഈ ഒരു ഷേക്ക് ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് ട്രൈ ചെയ്തതാണ്. ചിക്കു ഷേക്കാണിത്. ഒരുപാട് വർഷങ്ങളായി ഈ ഒരു ഷേക്ക് ട്രൈ ചെയ്തിട്ട്. അപ്പോൾ ഈ മെനുവിൽ നോക്കിയപ്പോൾ ഈ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് കണ്ടു. ഇതും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ഷേക്കായിരുന്നു. എനിക്ക് പേഴ്സണലി ഇവിടുന്ന് ഫുഡ് കഴിച്ചതിൽ തോന്നിയ ഒരു കാര്യം, ഇവിടുത്തെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നില്ല, അതുപോലെ ഒരു ക്ഷീണമോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ഫുഡുകൾക്കൊന്നും ഓവർ മസാല ഇല്ല. മേ ബി അതായിരിക്കും അതിൻ്റെ റീസൺ. ഇതെൻ്റെ 2 ഫ്രണ്ട്സാണ്, ലിബൻ ആൻഡ് അമ്മു. 6 വർഷത്തിന് ശേഷം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തതാണ് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവരോട് റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് സ്ഥിരമായിട്ട് ഇവർ വരുന്നതാണ് ഒരു 1.5 വർഷമായിട്ട്. ഇവർ സാധാരണ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് പൊറോട്ട പതപ്പിച്ചതായിരുന്നു. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ബിരിയാണിയും മറ്റേ മന്തിയും ട്രൈ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ റെസ്റ്റോറൻറ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.